നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ. +1 എക്കണോമിക്സിന്റെ 8ാമത്തെ അധ്യായത്തിലേക്കാണ് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഞാൻ സ്വാഗതം ചെയ്യുന്നത്. നേരത്തെ നമ്മുടെ ഈ ചാനലിൽ 7 അധ്യായങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ വിദ്യാർത്ഥികളും അത് കണ്ട് അതിനെ നോട്ടൊക്കെ കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്കിനി പറയാൻ പോകുന്നത് ഇത് 8ാമത്തെ അധ്യായം. ഈ അധ്യായത്തിന്റെ പേരാണ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയും. ഇൻഫ്രാസ്ട്രക്ചർ എന്നാണ് ഈ അധ്യായത്തിന്റെ പേര്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ കൂടിയാണിത്. നമ്മൾ എക്കണോമിക്സിന്റെ 1ാമത്തെ അധ്യായത്തിൽ അവസാന ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഇൻഫ്രാസ്ട്രക്ചറെ കുറിച്ച്, ബ്രിട്ടീഷ് ഭരണകാലത്തെ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂസ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിനെ പറയാൻ പറ്റും. അപ്പോൾ എന്താണ് അടിസ്ഥാന സൗകര്യങ്ങൾ? അടിസ്ഥാനം ഇല്ലാത്ത ഒരു കാര്യമില്ല. കാരണം ഒരു കെട്ടിടം നിർമ്മിക്കണമെങ്കിൽ അതിന്റെ മെയിൻ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തറയാണ്, അല്ലെ? തറ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ തറയുടെ മുകളിലാണ് ശരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, കെട്ടിടം നിർമ്മിക്കുന്നത്. ആ അടിസ്ഥാനം അത് ഉറപ്പുണ്ടാവണം. എന്നാൽ മാത്രമേ എന്തിനും ഉറപ്പുണ്ടാവുള്ളൂ, ആ കെട്ടിടത്തിന് ഉറപ്പുണ്ടാവുള്ളൂ. ഇവിടെ പറയുന്നതിന് ഒരു രാജ്യത്തിന്റെ സാമ്പത്തികമായ വളർച്ചയും സാമ്പത്തികമായ വികസനവും സാധ്യമാകണമെങ്കിൽ അവിടെ എന്ത് വേണം? അടിസ്ഥാന സൗകര്യങ്ങൾ അത്യന്താപേക്ഷിതമാണ്. അത് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണെന്ന് പറയുന്നത്. കാരണം അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, ആ സാമ്പത്തിക മേഖലകൾക്ക് വളരാൻ കഴിയില്ല. സാമ്പത്തിക മേഖല എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. കാർഷിക മേഖല, വ്യവസായ മേഖല, സേവന മേഖല, ഇല്ല, ഈ 3 മേഖലകളാണ് സാമ്പത്തിക മേഖലകൾ. അപ്പൊ ഈ 3 മേഖലകളും വളരണമെങ്കിൽ എന്ത് വേണം? അവിടെ എന്ത് വേണം? അത് ശരിയായ രീതിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പോ അതാണ് സാമ്പത്തിക വിദഗ്ധന്മാർ ചൂണ്ടിക്കാണിക്കുന്നത്. അതാണ് അടിസ്ഥാന സൗകര്യങ്ങൾ. ആ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ചാണ് നമുക്ക് എന്ത് ചെയ്യുള്ളത്, ഈ അധ്യായത്തിൽ വളരെ വിശദമായി തന്നെ നമുക്ക് എന്ത് ചെയ്യുള്ളത്, ചർച്ച ചെയ്യാനുള്ളത്. ഓക്കെ, എന്താണ് അടിസ്ഥാന സൗകര്യം? വാട്ട് ഈസ് ഇൻഫ്രാസ്ട്രക്ചർ, അല്ലെങ്കിൽ വാട്ട് യു മീൻ ബൈ ഇൻഫ്രാസ്ട്രക്ചർ? എന്താണ് അടിസ്ഥാന സൗകര്യം കൊണ്ട് അർത്ഥമാക്കുന്നത്? സമ്പദ് വ്യവസ്ഥയിലെ കൃഷി, വ്യവസായം, സേവനം, അല്ലെ, ഈ 3 പ്രവർത്തനങ്ങളിലും സാമ്പത്തിക പ്രവർത്തനം നടക്കുന്നത്. അപ്പൊ ഈ സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ അവിടെ എന്ത് വേണം? വെള്ളം, വൈദ്യുതി, ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ എന്നീ അടിസ്ഥാന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഈ അടിസ്ഥാന സൗകര്യങ്ങൾ പ്രദാനം ചെയ്യുന്ന അണക്കെട്ട്, റെയിൽവേ, അതേപോലെ തന്നെ ഉപഗ്രഹങ്ങള്, പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ വൈദ്യുതോൽപാദന കേന്ദ്രങ്ങള്, ഇവയെല്ലാം ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം പ്രദാനം ചെയ്യുന്ന ഈ സ്ഥലത്തിന് പറയുന്ന പേര്, അല്ലെങ്കിൽ ഈ സൗകര്യത്തിന് പറയുന്ന പേരാണെന്ത്? അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുക. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ മനുഷ്യ പ്രയത്നമുണ്ട്. അതേപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ടത് ഇതില് ധാരാളം എന്താ പറയുക, പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ ഇത്തരം സൗകര്യങ്ങൾ ഉണ്ടായാൽ മാത്രമേ ഒരു സമ്പദ് വ്യവസ്ഥയിൽ സാമ്പത്തികമായ വളർച്ചയും വികസനവും സാധ്യമാക്കാൻ കഴിയുള്ളൂ. ഇപ്പൊ കൃഷിയെ സംബന്ധിച്ചാണെങ്കിൽ, വ്യവസായത്തെ സംബന്ധിച്ചാണെങ്കിൽ, സേവനത്തെ സംബന്ധിച്ചാണെങ്കിൽ ഒക്കെ എന്ത് വേണം? അടിസ്ഥാന സൗകര്യങ്ങൾ അത്യന്താപേക്ഷിതം. ബേസിക് ആയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ. ഇപ്പൊ ഉദാഹരണമായിട്ട് നമുക്ക് പറയാം, ഒരു കർഷകന്റെ ഉദാഹരണം എടുക്കാം. ഒരു കർഷകനെ സംബന്ധിച്ച് അയാൾ വയലിൽ കൃഷി ചെയ്യണം. അയാൾ വയലിൽ കൃഷി ചെയ്യുന്നത് അയാൾ ഏതോ സർവകലാശാലയിൽ ഉത്പാദിപ്പിച്ച വിത്താണ്. ആ വിത്തിലേക്ക് ആവശ്യമായ വെള്ളം എത്തിക്കുന്നത് അയാൾ പമ്പ് സെറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ്. അയാൾ എന്ത് ചെയ്യുന്നു? വിളവെടുപ്പ് കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യുന്നു? അത് മെതിച്ച് അത് വിളവായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് മാർക്കറ്റിലേക്ക് എത്തിയത് ട്രാക്ടർ വഴിയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത്രയും അടിസ്ഥാന സൗകര്യം, പിന്നെ അദ്ദേഹം കമ്മ്യൂണിക്കേഷൻ, വാർത്താവിനിമയ വഴിയായിരുന്നു അതിന് വിലയും കാര്യങ്ങളൊക്കെ അദ്ദേഹം അറിയുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത്രയും അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടായാൽ മാത്രമേ ആ കർഷകനെ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഇതാണ് അടിസ്ഥാന സൗകര്യങ്ങൾ. അതായത് സമ്പദ് വ്യവസ്ഥയിലെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന സൗകര്യങ്ങൾക്ക് പറയുന്ന പേരാണ് ശരിക്കും അടിസ്ഥാന സൗകര്യങ്ങൾ എന്നാണ് പറയുക. ഇപ്പൊ പ്രധാനമായുള്ള കൃഷിയെ സംബന്ധിച്ചുള്ള അടിസ്ഥാന സൗകര്യം എന്തൊക്കെയാണ്? വെള്ളം, പമ്പ് സെറ്റ്, അതേപോലെ തന്നെ എന്താ പറയാ, ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ, അല്ലെ, ഈ പിന്നെ വൈദ്യുതി, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കൃഷിയെ സംബന്ധിച്ച് വേണം. അതേപോലെ തന്നെ വ്യവസായത്തെ സംബന്ധിച്ച് വേണം. വ്യവസായത്തെ സംബന്ധിച്ച് അടിസ്ഥാന സൗകര്യം എന്തൊക്കെയാണ്? അവിടെയും വൈദ്യുതി വേണം, ട്രാൻസ്പോർട്ടേഷൻ വേണം, അല്ലെ, യന്ത്രങ്ങൾ വേണം, നല്ല മനുഷ്യ പ്രയത്നങ്ങൾ വേണം, അല്ലെ, ഇതൊക്കെ തന്നെ സേവന മേഖല തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ എല്ലാറ്റിനും സംബന്ധിച്ച് ഇതിനൊക്കെ നടത്തുന്ന സൗകര്യങ്ങൾക്ക് പറയുന്ന പേരാണ് ശരിക്കും എന്താണ്? അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുക, ഇൻഫ്രാസ്ട്രക്ചർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇനി 2 തരം അടിസ്ഥാന സൗകര്യങ്ങളുണ്ട്.
ഒന്ന് സാമ്പത്തിക അടിസ്ഥാന സൗകര്യവും മറ്റൊന്ന് സാമൂഹ്യ അടിസ്ഥാന സൗകര്യവും. എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയും. ഇങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങൾ രണ്ടായി തരംതിരിക്കാൻ പറ്റും. എന്താണ് സാമ്പത്തിക അടിസ്ഥാന സൗകര്യം? അതൊക്കെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സാമ്പത്തിക അടിസ്ഥാന സൗകര്യം എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഗതാഗതം. എന്താ ഗതാഗതം? റോഡ്, റെയിൽവേ, തുറമുഖം, വിമാനത്താവളം, ഇത് ഗതാഗതത്തിൽ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ അതിൽ പിന്നെ സംഭവമാണ് ഡാമുകൾ, അതേപോലെ തന്നെ വൈദ്യുതി, അതായത് പവർ സ്റ്റേഷനുകൾ, അതേപോലെ തന്നെ എണ്ണ, അതായത് പ്രകൃതിവാതക കുഴലുകൾ അല്ലെ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ, പിന്നെ അതേപോലെ തന്നെ വാർത്താവിനിമയം, ഉപഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നത്, പിന്നെ ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ, പിന്നെ ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ. ഇവയൊക്കെയാണ് ശരിക്കും എന്താ സാമ്പത്തിക അടിസ്ഥാനം. സമ്പത്ത് നേടാൻ വേണ്ടി സഹായിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ഇതൊക്കെ. എന്തൊക്കെയാണ്? ഗതാഗതം, പിന്നെ ജലം, അതേപോലെ തന്നെ വൈദ്യുതി, എണ്ണ, വാർത്താവിനിമയം, ബാങ്കുകള്, ധനകാര്യ സ്ഥാപനങ്ങൾ, ഇൻഷുറൻസ്. ഇവയൊക്കെയാണ് സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങൾ. അപ്പൊ സാമൂഹ്യ അടിസ്ഥാന സൗകര്യമോ? സാമൂഹ്യ അടിസ്ഥാന സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒന്നാമത്തെ വിദ്യാഭ്യാസം അല്ലെ. വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ അത് പ്രദാനം ചെയ്യുന്ന എവിടെയൊക്കെയാണ്? സ്കൂളുകള്, കോളേജുകള് സാമൂഹ്യ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ഉദാഹരണമാണ്. അത് സമൂഹത്തിൽ നന്മക്ക് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളാണ്. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് സമൂഹത്തിന് നന്മയുള്ള ഒരു വക്താവായി മാറുക എന്നാണ് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചുള്ളത്. അയാൾ വിദ്യാഭ്യാസം നേടുന്നതാണ്. സാമ്പത്തിക പ്രവർത്തനത്തിന് അതീതമായി ഒരു സമൂഹത്തിലെ നല്ലൊരു മനുഷ്യനായി മാറുക എന്ന സതുദ്ദേശമാണ് വിദ്യാഭ്യാസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഞാനും നിങ്ങളൊക്കെ വിദ്യ ആർജിച്ചെടുക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം സാമ്പത്തികമായ ഏണിങ്സ് മാത്രമല്ല അല്ലെ. അതായത് സാമ്പത്തികമായി ഉണ്ടാക്കുന്ന സാമൂഹികമായ അടിസ്ഥാന ലക്ഷ്യം കൂടി ഇതിനുണ്ട്, വിദ്യാഭ്യാസത്തിനുണ്ട്. സമൂഹത്തിലെ ഒരു ഉത്തമ പൗരനായി മാറുക, സമൂഹത്തിൽ മാതൃകയുള്ള ഒരു മനുഷ്യനായിട്ട് മാറുക, നല്ലൊരു വ്യക്തിയായിട്ട് മാറുക എന്നതാണ് നമ്മൾ വിദ്യാഭ്യാസം കൊണ്ട് അർത്ഥമാക്കുന്നത്. അതിന് സാമ്പത്തികമായ മാനങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഏറ്റവും പ്രധാനം കൊടുക്കുന്നത് ശരിക്കും എന്തിനാണ്? സാമൂഹികമായ മാനങ്ങൾക്കാണ്. അതാണ് സാമൂഹിക അടിസ്ഥാന സൗകര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്ത്? വിദ്യാഭ്യാസം. അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യമാണത് ആരോഗ്യം. സാമൂഹിക അടിസ്ഥാന സൗകര്യങ്ങൾ മനുഷ്യനെ സംബന്ധിച്ച് ഒരു മനുഷ്യൻ സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ അവനക്ക് എന്തുണ്ടാവണം? ആരോഗ്യം ഉണ്ടായിരിക്കണം. ആരോഗ്യങ്ങൾ പ്രദാനം ചെയ്യുന്നവർക്കാണ് ആശുപത്രികൾ, നമുക്ക് എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ ശുചിത്വ സംവിധാനങ്ങൾ, അതേപോലെ തന്നെ കുടിവെള്ള പദ്ധതികൾ, ഇതൊക്കെ ആരോഗ്യത്തിന് നിലനിർത്തും. അതേപോലെ തന്നെ മറ്റൊന്ന് ശരിക്കും പറഞ്ഞാൽ മൂന്നാമത്തെ അടിസ്ഥാന സൗകര്യമാണ് സാമൂഹ്യ അടിസ്ഥാന സൗകര്യങ്ങൾ, പാർപ്പിടം. ഇതൊക്കെ മനുഷ്യന്റെ ബേസിക് നീഡ്സ് ആണ്. വിദ്യാഭ്യാസം, ഭക്ഷണം, വസ്ത്രം, ആരോഗ്യം, പാർപ്പിടം അല്ലെ. വിദ്യാഭ്യാസം വേണം, പിന്നെ അത് പറയാം, അതേപോലെ എന്ന് പറയാം നമ്മുടെ ആരോഗ്യം വേണം, പിന്നെ എന്താ പറയാ പാർപ്പിടം വേണം. ഈ മൂന്ന് കാര്യങ്ങളാണ് ശരിക്കും സാമൂഹ്യ അടിസ്ഥാന സൗകര്യങ്ങൾ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അടിസ്ഥാന സൗകര്യങ്ങൾ എത്രയാണ്? രണ്ടെണ്ണാണ്. ഒന്ന് സാമൂഹ്യ അടിസ്ഥാന സാമ്പത്തിക അടിസ്ഥാന സൗകര്യം, മറ്റൊന്ന് സാമൂഹ്യ അടിസ്ഥാന സൗകര്യം. അത് രണ്ടും എന്താണെന്ന് വേർതിരിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രസക്തി, ദ റെലവൻസ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയും. അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രസക്തി എന്താണ്? നമുക്കെല്ലാവർക്കും അറിയാം, സാമ്പത്തികമായ വളർച്ചയും സാമ്പത്തികമായ വികസനവും കൈവരിക്കണമെങ്കിൽ അടിസ്ഥാന സൗകര്യം അത്യന്താപേക്ഷിതം തന്നെയാണെന്ന് ഞാൻ ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ പറഞ്ഞു. നാം എല്ലാം മനസ്സിലാക്കിയതാണ്. ഇവിടെ പറയുന്നുണ്ട് ഈ അടിസ്ഥാന സൗകര്യങ്ങൾ നാനാതരത്തിലുള്ള സംഭാവനകളാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക, രാജ്യത്തിന്റെ സാമ്പത്തികമായ വളർച്ചയ്ക്കും വികസനത്തിനും അടിസ്ഥാന സൗകര്യങ്ങൾ നാനാതരത്തിലുള്ള സംഭാവന നൽകുന്നത്. വളരെ ചുരുക്കനെ പറയാം. ഒന്നാമതായി പറയുന്നത് നിക്ഷേപത്തെ ആകർഷിക്കുന്നു. എന്തിനാകർഷിക്കുന്നു? നിക്ഷേപത്തെ, ഡെപ്പോസിറ്റിനെ ആകർഷിക്കുന്നു. മികച്ച അടിസ്ഥാന സൗകര്യങ്ങളുടെ രാജ്യമാണ് ഏതൊരു ബിസിനസ്സിനും പ്രധാനമായ അടിത്തറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ ഗൾഫ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ദുബായ് എന്ന് പറയുന്ന ആ സിറ്റി ഒരുപാട് അടിസ്ഥാന സൗകര്യങ്ങളുടെ രാജ്യമാണ്. ആ സിറ്റിയിൽ വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരുപാട് ഇന്റർനാഷണൽ കമ്പനികൾ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്, അവർ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലെ. അപ്പോ ഈ വിദേശ കമ്പനികൾ വന്ന് നിക്ഷേപം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ രാജ്യത്തിന്റെ സാമ്പത്തികമായ വളർച്ച GDP-യിൽ പ്രതിഫലിച്ച് കാണാൻ പറ്റും. ഇതാണ് ഒന്നാമത്തെ അടിസ്ഥാന സൗകര്യങ്ങളുടെ സംഭാവന. ഒന്നാമത് അത് നിക്ഷേപത്തെ ആകർഷിക്കുന്നു. രണ്ടാമതായി പറയുന്നു അത് ഉൽപാദനക്ഷമത കൂട്ടുന്നു. മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ അല്ലെ, ഏതൊരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ശരിക്കുന്നതാണ് പ്രോഡക്ടിവിറ്റിയാണ്, ഉൽപാദനക്ഷമത എന്ന് പറയും. ഉൽപാദനം വർദ്ധിക്കുമ്പോഴാണ് സ്വാഭാവികമായിട്ടും അത് എക്സ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് സ്വാഭാവികമായിട്ടും രാജ്യത്തിന്റെ ഖജനാവിലേക്ക് വരുമാനം വരും.
അപ്പൊ അത് ഉൽപാദനക്ഷമത കൂട്ടാൻ സഹായിക്കുന്നു. എന്ത്? അടിസ്ഥാന സൗകര്യങ്ങൾ. മൂന്നാമതായി പറയുന്നു, അത് ജനങ്ങളുടെ ജീവിത ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നു. ഇതങ്ങനെ പറഞ്ഞാൽ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുക. ജനങ്ങളുടെ ജീവിത ഗുണമേന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ വരുന്ന മാറ്റങ്ങളാണ്. അവന്റെ ക്വാളിറ്റി, ജീവിത നിലവാരത്തിൽ വരുന്ന മാറ്റങ്ങൾക്ക്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗിൽ വരുന്ന ചേഞ്ചസിനെ പറയുന്ന പേരാണ് ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുക. ജീവിതത്തിന് ഗുണമേന്മ വർദ്ധിപ്പിക്കും. അതായത് ഇവിടെ പറയുന്നതാണ് സാമൂഹ്യ അടിസ്ഥാന സൗകര്യങ്ങളായ വിദ്യാഭ്യാസം, ആരോഗ്യ പരിപാലനം, അതേപോലെ തന്നെ പാർപ്പിടം തുടങ്ങിയ മെച്ചപ്പെടുമ്പോൾ രോഗാതുരത കുറയുകയും ആയുർദൈർഘ്യം കൂടുകയും. അതാണ് ക്വാളിറ്റി ഓഫ് ലൈഫ്. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗും ക്വാളിറ്റി ഓഫ് ലൈഫും വർദ്ധിക്കാൻ കാരണമാകും. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളാണ് സ്വാഭാവികമായിട്ട് പറയുക. ഇത് പിന്നെ മാത്രമല്ല, എന്താണ്, രാജ്യത്തിന്റെ സാമ്പത്തികമായ വളർച്ചയിലേക്ക് നയിക്കുന്നു. അതേപോലെ എന്ന് പറയുന്നത് രാജ്യത്തിന്റെ സാമ്പത്തികമായ വികസനത്തിലേക്ക് നയിക്കുന്നു. ഇതൊക്കെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രസക്തി, റെലവൻസ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താ? ഒന്നെന്താണ്? നിക്ഷേപത്തെ ആകർഷിക്കുന്നു. രണ്ടെന്താണ്? ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നു. മൂന്നെന്താണ്? ജനങ്ങളുടെ ജീവിത ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നു. നാലെന്താണ്? രാജ്യത്തിന്റെ സാമ്പത്തികമായ വളർച്ച ഉണ്ടാക്കാൻ കഴിയുന്നു. അഞ്ചെന്താണ്? രാജ്യത്തിന്റെ സാമ്പത്തികമായ വികസനത്തിന് വഴിയൊരുക്കുന്നു. ഇത്രയും കാര്യമാണ് എന്താണ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരു രാജ്യത്തിന്റെ നൽകുന്ന സംഭാവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ഇന്ത്യയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രസക്തി അല്ലെങ്കിൽ സ്ഥിതി. ഇന്ത്യയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ സ്ഥിതി, ദ സ്റ്റേറ്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ സ്ഥിതി എന്താണെന്ന് പറയുന്നത്. സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങൾ എടുത്തു നോക്കണമെങ്കിലും സാമൂഹിക അടിസ്ഥാന സൗകര്യങ്ങൾ എടുത്തു നോക്കണമെങ്കിലും ഇന്ത്യ ആ മേഖലയിലേക്ക് നിരവധി പുരോഗതി നേടിയിട്ടുണ്ട്. റെയിൽവേ, റോഡ്, പിന്നെ അതേപോലെ തന്നെ വാർത്താവിനിമയ സൗകര്യങ്ങൾ, ഈ രംഗങ്ങളിലൊക്കെ ഇന്ത്യ ഒരു ഏകദേശം നല്ലൊരു പുരോഗതി തന്നെ നേടിയിട്ടുണ്ട് എന്നാണ് സാമ്പത്തിക വിദഗ്ധന്മാർ എന്ത് ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ അങ്ങനെ നേടിയിട്ടുണ്ടെങ്കിലും തന്നെ ഇവിടെ പറയുന്നത് എന്താണ്? സാക്ഷരത, വിദ്യാഭ്യാസം, ആരോഗ്യ പരിപാലനം, പാർപ്പിടം തുടങ്ങിയ സാമൂഹ്യ അടിസ്ഥാന സൗകര്യങ്ങളിലും റോഡ്, ഗതാഗതം, വ്യോമയാനം, വൈദ്യുതോൽപാദനം തുടങ്ങിയ സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങളിലും ഇന്ത്യ പുരോഗതി നേടിയിട്ടുണ്ടെങ്കിലും തന്നെ കുറേയേറെ ഈ പുരോഗതിക്ക് ഒരുപാട് ചില പോരായ്മകൾ കൂടി ആര് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്? വിദഗ്ധന്മാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ പ്രധാനപ്പെട്ട ആ രണ്ട് പോരായ്മകൾ ആദ്യമായിട്ട് ഇവിടെ എടുത്തു പറയുന്നു. ഒന്നാമത്തെ പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയെ പോലെ എളുപ്പത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്, ഒരു വികസ്വര രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിലേതുപോലെ അതിവേഗം വളരുന്ന ഒരു സമ്പദ് വ്യവസ്ഥയുടെ ആവശ്യങ്ങളോട് താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ തീർത്തും അപര്യാപ്തമാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം സമ്പദ് വ്യവസ്ഥയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന വികസ്വര രാജ്യമാണ്, വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. അത് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ സമ്പദ് വ്യവസ്ഥയുടെ ആവശ്യങ്ങളോട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഈ സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങളും ഈ സാമൂഹ്യ അടിസ്ഥാന സൗകര്യങ്ങളും എന്താണ്? അപര്യാപ്തമാണ്. ഇതൊരു പോരായ്മയാണ്. രണ്ടാമത് പോരായ്മ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾ, ഗ്രാമങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ ശോചനീയമായ അവസ്ഥയാണ്. തീർത്തും പരിതാപകരമായ അവസ്ഥയാണ് എവിടെ ഉള്ളത്? ഗ്രാമങ്ങളില്. നഗരപ്രദേശങ്ങളുടെ അടിസ്ഥാന സൗകര്യം കുഴപ്പമില്ല, പക്ഷെ എന്താ പറയാ, ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോകുന്ന സമയത്ത് അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ അപര്യാപ്തമാണ്, മോശമാണെന്ന് പറയുന്നത്. അത് അവിടുത്തെ ദയനീയ അവസ്ഥ 2001 ഒരു സെൻസസ് കണക്ക് ഇവിടെ താഴെ നൽകുന്നുണ്ട്. ആ സെൻസസ് കണക്ക് ഞാൻ ഇവിടെ വായിക്കാം. അതിൽ ആദ്യമായിട്ട് പറയുന്നുണ്ട് അല്ലെ, അത് നമ്മുടെ ഗ്രാമീണ മേഖലയിലെ വസതികളിൽ 56% മാത്രമേ വൈദ്യുതി ഉള്ളൂ. വൈദ്യുതി, കറണ്ട് എന്ന് പറയുന്ന സംഭവം, വൈദ്യുതി, അത് ഗ്രാമത്തിലെ 56%. 2001 സെൻസസ് ആണോ ഇതിപ്പോ? 2000 വർഷതാണ്, 2021. പക്ഷെ 2001 സെൻസസ് ഞാൻ പറയുന്നത് 20 കൊല്ലം മുമ്പുള്ള അവസ്ഥയാണ്. അപ്പൊ അതിൽ പറയുന്നതാണ് ഗ്രാമത്തിലെ വസതികളിൽ 56% മാത്രമേ വൈദ്യുതി കണക്ഷൻ ഉള്ളൂ. രണ്ടാമതായി പറയുന്നുണ്ട് എന്താണ്, ഗ്രാമീണ വസതികളിൽ 90% ഇപ്പോഴും ജൈവ ഇന്ധനമാണ് ഉപയോഗിക്കുന്നത്. എന്താ ജൈവ ഇന്ധനം? നമ്മളെ വിറക്,
ഉണക്കിയ ചാണകം, ഈ ചവറുകൾ, ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഉപയോഗിക്കുന്നത്. ആണ് ജൈവ ഇന്ധനം. 90% ഗ്യാസ് ഒന്നും ഉപയോഗിക്കുന്നില്ല. 2001 കണക്കാട്ടോ വർക്കെന്ത്. മൂന്നാമതായി പറയുന്നു, ഗ്രാമീണ വസതികളിൽ 76% കുടിവെള്ളത്തിന് ആശ്രയിക്കുന്നത് കിണറിനെയും കുളത്തെയും തടാകങ്ങളെയും പുഴയെയും തോടിനെയൊക്കെയാണ് ആശ്രയിക്കുന്നത്. അല്ലെ, കുഴൽ വെള്ളം ലഭിക്കുന്നത് വെറും 24% ആളുകൾക്ക് മാത്രമാണ്. കുഴൽ കിണർ, ബോർവെല്ല് അത് ഉപയോഗിക്കുന്നത് വെറും 24%. ബാക്കി എന്താ പറയാ 76% ഉപയോഗിക്കുന്നത് ശരിക്കും കിണർ, കുളം, തടാകം, പുഴ, അല്ലെ, തോട്, ഇതിനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ മാത്രമല്ല, ഗ്രാമപ്രദേശങ്ങളിലെ എന്താ പറയാ ശുചീകരണ സൗകര്യം വളരെ തീർത്തും അപര്യാപ്തമാണ്. ശുചീകരണം അറിയില്ലേ, കക്കൂസ്, കുളിമുറി, ഇത് സംഭവങ്ങളൊക്കെ, ഇത് വളരെ തീർത്തും അപര്യാപ്തമാണ്. അപ്പൊ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് പറയാം 2001 സെൻസസ് പ്രകാരം ചൂണ്ടിക്കാണിക്കുന്ന ഗ്രാമപ്രദേശങ്ങളിലെ. കാരണം ഇതാണ് ഈ രണ്ട് പോരായ്മകൾ. അടിസ്ഥാന സൗകര്യങ്ങൾ ആകെ കൂടെ എടുത്തു നോക്കുന്ന സമയത്ത് ഇന്ത്യയിൽ എന്താണ് മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യം ഉള്ളത്, അത് ഓക്കെ സമ്മതിച്ചു. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. ഈ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തിന്റെ ആവശ്യങ്ങളോട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ തീർത്തും എന്താണ് അപര്യാപ്തമാണ്. രണ്ടാമതോ, ഗ്രാമപ്രദേശങ്ങളിലെ അടിസ്ഥാന സൗകര്യം വളരെ മോശമാണ്. 2001 സെൻസസ് കണക്ക് നിങ്ങൾ കണ്ടു. ഇതൊക്കെയാണ് ഇന്ത്യയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ സ്ഥിതി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ഊർജം, എനർജി. എന്താണ് എനർജി? അതൊരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോ ഇവിടെ പറയുന്നതാണ്, ഏതൊരു സാമ്പത്തിക പ്രവർത്തനത്തിനും അല്ലെങ്കിൽ സാമ്പത്തികമായ വികസനത്തിനൊക്കെ എന്ത് വേണം? ഊർജം എന്ന് പറയുന്നത്, എനർജി എന്ന് പറയുന്നത് അനിവാര്യമാണ്. എന്താണ് ഈ എനർജി? പഴയ കാലത്ത് മനുഷ്യ പ്രയത്നവും കന്നുകാലി പ്രവർത്തനവുമാണ് ഊർജത്തിനായിട്ട് ഉപയോഗിച്ചത്, എനർജിക്കായിട്ട്. മനുഷ്യ പ്രയത്നം, പിന്നെന്താണ് കന്നുകാലി, മെഷീൻ അല്ലെന്ന്. അത് പക്ഷെ പിന്നീട് കാലങ്ങൾ മാറിയപ്പോ മനുഷ്യൻ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. എവിടെ നിന്നൊക്കെയാണ്? സൂര്യപ്രകാശത്തിൽ നിന്ന് ഊർജ്ജം ഉൽപ്പാദിക്കാൻ തുടങ്ങി, കാറ്റിൽ നിന്ന് ഊർജ്ജം ഉൽപ്പാദിക്കാൻ തുടങ്ങി, വെള്ളച്ചാട്ടത്തിൽ നിന്നൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? മനുഷ്യൻ എന്ത് ഉൽപ്പാദിക്കാൻ തുടങ്ങി? ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. അപ്പോ നമുക്കറിയാം എന്താ പറയാ, ഇന്നത്തെ മനുഷ്യൻ എന്താ പറയാ ആധുനിക കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഊർജ ഉറവിടങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തൊക്കെയാണത്? കൽക്കരി, അതേപോലെ തന്നെ പെട്രോളിയം, അതേപോലെ തന്നെ പ്രകൃതിവാതകം, പിന്നെന്താണ് വൈദ്യുതി. ഈ 4 കാര്യങ്ങളാണ് ശരിക്കും ആധുനിക കാലഘട്ടത്തെ പ്രധാനപ്പെട്ട ഊർജ ഉറവിടങ്ങൾ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോ ഒരു രാജ്യത്തിന്റെ സാമ്പത്തികമായ പ്രവർത്തനത്തിന് എന്ത് വേണം? അനിവാര്യമാണെന്ത്? ഊർജം എന്ന് പറയുന്ന അനിവാര്യമാണ്. അപ്പൊ പ്രാചീന കാലത്ത് മനുഷ്യൻ ഉപയോഗിക്കുന്ന ഊർജം ആരുടേതാ? മനുഷ്യന്റെ പ്രയത്നമാണ്. അത് കഴിഞ്ഞ പിന്നെ കന്നുകാലികളുടെ പ്രവർത്തനം. ഈ പ്രയത്നങ്ങൾ, ഈ ഊർജമാണ് മനുഷ്യൻ ഉപയോഗിച്ചിരുന്നത്. പക്ഷേ പിൽക്കാലത്ത് മനുഷ്യൻ ആധുനികമായ ചിന്താഗതിയിലോ മനുഷ്യൻ വളരുകയും ആ വളർച്ചയുടെ ഭാഗമായിക്കൊണ്ട് മനുഷ്യൻ പിന്നീട് ഊർജ്ജം ഉപയോഗിക്കാൻ തുടങ്ങി. എന്തൊക്കെ ഊർജ്ജങ്ങളാ? സൂര്യപ്രകാശം നിന്ന് ഊർജ്ജം ഉൽപ്പാദിക്കാൻ തുടങ്ങി, അതേപോലെ കാറ്റിൽ നിന്ന് ഊർജ്ജം ഉൽപ്പാദിക്കാൻ തുടങ്ങി, വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഊർജ്ജം ഉൽപ്പാദിക്കാൻ തുടങ്ങി, അല്ലെ? ഇതിനൊക്കെ നമ്മൾ ഊർജ്ജം ഉൽപ്പാദിക്കണം. അപ്പൊ ആധുനിക കാലഘട്ടത്തിൽ ഊർജ്ജം എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണത്? കൽക്കരിയാണ്, പ്രകൃതിവാതകമുണ്ട്, അതേപോലെ തന്നെ വൈദ്യുതി ഉണ്ട്, അല്ലെ? ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ ആധുനിക കാലഘട്ടത്തിൽ എന്താണ്? ഊർജ്ജ ഉറവിടങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, ആധുനിക കാലത്ത് ഊർജ്ജങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഊർജത്തിന്റെ ഉറവിടങ്ങൾ. ഊർജത്തിന്റെ ഉറവിടങ്ങൾ, സോഴ്സസ് ഓഫ് എനർജി എന്ന് പറയും. ഊർജത്തിന്റെ ഉറവിടങ്ങളെ പ്രധാനമായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? 2ആയി തരംതിരിക്കുന്നുണ്ട്. ഒന്ന് വാണിജ്യ ഊർജവും മറ്റൊന്ന് വാണിജ്യേതര ഊർജവും. കൊമേഴ്സ്യൽ എനർജി ആൻഡ് നോൺ കൊമേഴ്സ്യൽ എനർജി എന്ന് പറയും. ആ പേരിൽ തന്നെ ഉണ്ട്, അല്ലെ? വാണിജ്യ ഊർജം എന്ന് പറഞ്ഞാൽ എന്താണ്? വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഊർജത്തിന് പറയുന്ന പേരാണെന്ത്? വാണിജ്യ ഊർജം എന്ന് പറയും. അപ്പൊ വാണിജ്യേതര നേരെ മറിച്ചാണ്, ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഊർജം. വാണിജ്യേതര ആവശ്യങ്ങൾ ഉപയോഗിക്കുന്ന ഊർജം, അല്ലെ? വളരെ പ്രധാനമാണ്. അത് വാണിജ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഊർജം എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് അതിൽ ഇവിടെ പറയുന്നുണ്ട്? കൽക്കരി, പ്രകൃതിവാതകം, വൈദ്യുതി എന്നിവ ഏതിന് ഉദാഹരണമാണത്? ഈ വാണിജ്യ ഊർജത്തിന് ഉദാഹരണമാണ്. വാണിജ്യേതര, അതായത് ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഊർജത്തിന് പറയുന്ന പേരാണെന്ത്? വാണിജ്യേതര ഊർജം എന്ന് പറയുക. അതെന്തൊക്കെയാണ്? പാചകത്തിന് പോലുള്ള, അല്ലെ, വീട്ടാവശ്യങ്ങൾക്കുള്ള ഊർജത്തിന് പറയുന്ന പേരാണത്.
അല്ലെ? അതായത് ഇവിടെ പറയുന്നു വാണിജ്യോർജ്ജവും വാണിജ്യേതര ഊർജ്ജവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളിപ്പോ വാണിജ്യോർജ്ജം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ വാണിജ്യേതര ഊർജ്ജം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? വിറക്, ഉണക്കിയ ചാണകം, ഇതൊക്കെ വാണിജ്യേതര ഊർജ്ജമാണ്. കച്ചവടത്തിന് ഉപയോഗിക്കുന്നില്ല, വീട്ടിലെ ആവശ്യത്തിനാണ്. വാണിജ്യ ഊർജ്ജവും വാണിജ്യേതര ഊർജ്ജവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. രണ്ടും തമ്മിൽ ഡിഫറൻറ്റ് ഉണ്ട്. എന്താ വ്യത്യാസം? വളരെ പ്രധാനപ്പെട്ടതാണ്. വാണിജ്യ ഊർജ്ജം എന്താണ്? ക്ഷയിക്കും. വാണിജ്യേതര ഊർജ്ജം ക്ഷയിക്കൂല. അതാണ് ഇതിന് തമ്മിലുള്ള വ്യത്യാസം. ക്ഷയിക്കാൻ എന്താ? നശിച്ചു പോകും. കൽക്കരിയാണ് കത്തി തീർന്നു പോകും, പെട്രോൾ കത്തി തീർന്നു പോകും, കറണ്ടും അതേപോലെ കത്തി തീർന്നു പോകും. എന്നാൽ വാണിജ്യേതര ഊർജ്ജമായിട്ടുള്ളത് പറയാ എന്ത്? വിറക്, ഉണക്കിയ ചാണകം, ഇത് കത്തി തീർന്നു പോകുന്നില്ല. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീട് ചാരൊക്കെ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് മറ്റുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് തീർന്ന് പ്രകൃതിയിൽ ഇഷ്ടം പോലുള്ള സാധനം. വാണിജ്യോർജ്ജം ക്ഷയിക്കുന്നു, വാണിജ്യേതര ഊർജ്ജം എന്താണ്? ക്ഷയിക്കാത്താണ്. അപ്പൊ എന്താണ് വാണിജ്യോർജ്ജം, എന്താണ് വാണിജ്യേതര ഊർജ്ജം എന്ന് മനസ്സിലാക്കി വിചാരിക്കുന്നു. അതായത് ഊർജ്ജത്തിലൂടെ രണ്ടെണ്ണമാണ്, ഒന്ന് വാണിജ്യോർജ്ജവും മറ്റൊന്ന് വാണിജ്യേതര ഊർജ്ജം. വാണിജ്യോർജ്ജം എന്ന് പറഞ്ഞാൽ വാണിജ്യ കച്ചവട ആവശ്യങ്ങൾ ഉപയോഗിക്കുന്ന ഊർജ്ജത്തിന് പറയുന്ന പേരാണെന്ത്? വാണിജ്യോർജ്ജം. വാണിജ്യേതര ഊർജ്ജം വീട്ടാവശ്യങ്ങൾക്ക് ഗാർഹിക ആവശ്യങ്ങൾ ഉപയോഗിക്കുന്ന ഊർജ്ജത്തിന് പറയുന്ന പേരാണ് വാണിജ്യോർജ്ജം. വാണിജ്യോർജ്ജത്തിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? വാണിജ്യോർജ്ജം കൽക്കരി, പെട്രോള്, കറണ്ട് എന്നിവ. വാണിജ്യേതര ഊർജ്ജം വിറക്, ഉണക്കിയ ചാണകം എന്നിവ. ഓക്കെ, ഇത്രയും കാര്യമാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. നമുക്കിനി പറയാനുള്ളത് നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ, NTPC എന്ന് പറയും. നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ, ഈ പേര് നമ്മൾ എവിടെയോ കേട്ടിട്ടുണ്ട്. ഇത് എവിടെ അറിയട്ടെ? നിങ്ങൾ കേട്ടത് നവരത്നങ്ങൾ പഠിച്ചില്ലേ? ആ നവരത്നങ്ങളിൽ പറഞ്ഞൊരു പേരാണ് NTPC എന്ന് പറയും. നവരത്നങ്ങൾ അല്ലെ? നവരത്നം അറിയില്ല? 9 രത്നങ്ങൾ. സ്വയം ചെയ്യാൻ കഴിവുള്ള വ്യവസായ പ്രവർത്തനങ്ങൾ, ഇന്ത്യയിലെ വ്യവസായ പ്രവർത്തനം സ്വാതന്ത്ര്യം നൽകിയത് അറിയില്ലേ? മാനേജ്മെന്റ് അധികാരമൊക്കെ സ്വാതന്ത്ര്യം നൽകിയത് നവരത്നങ്ങൾ. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് NTPC. എന്താ NTPC? ഇവിടെ പറയുന്നുണ്ട് ഇന്ത്യയിലെ ആകെ വൈദ്യുതി ഉൽപാദനത്തിന്റെ 70% ഉപയോഗിക്കുന്നത് ശരിക്കും എന്താണ്? താപവൈദ്യുതിയാണ്. ഈ താപം എന്ന് പറയുമ്പോൾ എന്താ? ചൂടാക്കിക്കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയാണ്. 70% ബാക്കി 30% ബാക്കിയുള്ള വൈദ്യുതി. കറണ്ട് ഏത് കറണ്ട്? താപത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന കറണ്ടാണ്. എങ്ങനെയാണ് ഈ താപ കറണ്ട് ഉണ്ടാക്കുന്നത്? കൽക്കരി, പെട്രോള്, പ്രകൃതിവാതകം അല്ലെ? ഇവ എന്താ? ഇതിലൂടെ ഇത് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വൈദ്യുതി എന്ത്? താപവൈദ്യുതി. ഇത് 70% ഇന്ത്യയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ പറയുന്നത് 1975 രൂപീകൃതമായ NTPC. അപ്പൊ NTPC രൂപീകൃതമായതെന്നാണ് 1975 ഇന്ത്യയിലെ ഏറ്റവും വലിയ വൈദ്യുതോൽപാദന കമ്പനിയാണത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ. അപ്പം ചോദിക്കുന്നു, ഇന്ത്യയിലെ ഏറ്റവും വലിയ വൈദ്യുതോൽപാദന കമ്പനി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? NTPC. എന്താ NTPC? നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ എന്ന് പറയും. 1975 സ്ഥാപിതമായതാണ്. ഇത് നവരത്നത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ പറയുന്നുണ്ട് ഇതിന്റെ കേരളത്തിലെ വൈദ്യുതി നിലയമാണ് കായംകുളത്തെ രാജീവ് ഗാന്ധി താപനിലയം. കേരളത്തിൽ ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ കായംകുളത്ത് എന്താ പറയുക? രാജീവ് ഗാന്ധി താപനിലയാണ്. NTPCക്ക് മൊത്തം 27 താപനിലയങ്ങളുണ്ട്, സ്വന്തമായും സംയുക്തമായുള്ളത്. ഇത്രയാണ് 27 താപനിലയങ്ങൾ NTPCക്ക് ഉണ്ട്. ഇത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആയി ചോദിക്കുന്നുണ്ട്. നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ ഈ താപവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രമാണ് NTPC. 1975 സ്ഥാപിതമായതാണ്. ഓക്കെ, ഇത് മനസ്സിലാക്കി വെക്കാം. അപ്പൊ നമ്മൾ ഊർജ്ജത്തെ മറുപടി രണ്ടെണ്ണം പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാനുള്ളത് പാരമ്പര്യേതര ഊർജ്ജം. അതായത് ഊർജ്ജത്തെ എന്താ പറയാ? പാരമ്പര്യ ഊർജ്ജമെന്നും പാരമ്പര്യേതര ഊർജ്ജമെന്നും രണ്ടായി തരംതിരിക്കുന്നത്. അതായത് കൺവെൻഷണൽ എനർജി, അതായത് നോൺ കൺവെൻഷണൽ എനർജി, ഇങ്ങനെ രണ്ടായി തരംതിരിക്കുന്നത്. ഒരു ഊർജ്ജത്തെ തരയ്ക്കുന്നു പാരമ്പര്യ ഊർജ്ജമെന്നും പാരമ്പര്യേതര ഊർജ്ജമെന്നും രണ്ടായി തരംതിരിക്കുന്നുണ്ട്. പാരമ്പര്യ ഊർജ്ജം എന്ന് പറയുമ്പോൾ ഇന്നത്തെ നമ്മുടെ എന്താ പറയുക? കൽക്കരി, വൈദ്യുതി, പ്രകൃതിവാതകം, പെട്രോൾ, ഇതൊക്കെ പാരമ്പര്യ ഊർജ്ജം. എന്നാൽ പാരമ്പര്യേതരം എന്ന് പറയുമ്പോൾ നമ്മൾ പുതുതായിട്ടുള്ളത് സൂര്യപ്രകാശം, കാറ്റ്, തിരമാല, വേലിയേറ്റം, ഇതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഊർജ്ജമാണ് പാരമ്പര്യേതര ഊർജ്ജം എന്ന് പറയും. പാരമ്പര്യ ഊർജ്ജം എന്താണ്? പുതുക്കാൻ കഴിയില്ല. എന്നാൽ പാരമ്പര്യേതര ഊർജ്ജം അത് പുതുക്കാൻ കഴിയുന്നതാണ്, മലിനീകരണം ഇല്ലാത്തതാണ്. പാരമ്പര്യ ഊർജ്ജം എന്താണ്? പാരമ്പര്യ ഊർജ്ജമായ കൽക്കരി, വൈദ്യുതി, പെട്രോള്, പ്രകൃതിവാതകം എന്നിവ പുതുക്കാൻ കഴിയാത്തതും മലിനീകരണം ഉണ്ടാകുന്നതാണ്. എന്നാൽ പാരമ്പര്യേതര ഊർജ്ജമായ സൂര്യപ്രകാശം, കാറ്റ്, തിരമാല, വേലിയേറ്റം എന്നിവയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഊർജത്തെ മലിനീകരണം ഉണ്ടാവുകയില്ല, അതെന്താണ്? പുതുക്കാൻ കഴിയുന്നതുമാണ്. ഇതാണ് പാരമ്പര്യ ഊർജ്ജവും
പാരമ്പര്യേതര ഊർജ്ജം തമ്മിലുള്ള വ്യത്യാസം. നേരത്തെ പറയുന്നത് ഊർജ്ജത്തിന്റെ ഉറവിടങ്ങളാണ്, വാണിജ്യോർജ്ജവും വാണിജ്യേതര ഊർജ്ജവും. അപ്പൊ ലോകത്ത് അപ്പോ ഇവിടെ പറയുന്നുണ്ട് ലോകത്ത് ഊർജ്ജം ഉപയോഗിക്കുന്നത് വാണിജ്യോർജ്ജം എന്ന് പറയുന്ന സംഭവം അത് ഉപയോഗിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താണ്, 74% ആൾക്കാർ ഉപയോഗിക്കുന്നത് വാണിജ്യോർജ്ജം. വേറെ 26% മാത്രമേ വാണിജ്യേതര ഊർജ്ജം ഉപയോഗിക്കുന്നു, അതായത് പാരമ്പര്യേതര ഊർജ്ജം ഉപയോഗിക്കുന്നു. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ എന്താണ് അപ്പൊ ഊർജ്ജത്തിന് ഉറവിടങ്ങൾ? ഊർജ്ജത്തിന് ഉറവിടം പഠിച്ചു. ഇത് 2 ടൈപ്പ് ഉണ്ട്, പാരമ്പര്യ ഊർജ്ജം, പാരമ്പര്യേതര ഊർജ്ജം. കൺഫ്യൂഷൻ ആയിട്ട് പോകരുത്. ഓക്കെ.